ഹായ് ഫ്രണ്ട്സ്, ഷൈനിക സ്റ്റാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിങ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് 3 of Swords, the Devil, okay, 7 of Pentacles, Temperance, 8 of Wands, Ace of Cups, Ace of Page of Pentacles, okay, 10 of Cups, കിങ് ഓഫ് സോട്ട്സ്. ബോട്ടം വന്നിരിക്കുന്ന 3 ഓഫ് വാൺസ് ആണ്. ചെന്ന് വന്നിരിക്കുന്ന 3 ഓഫ് സോട്ട്സ് ആണ്. ബോട്ടത്തിലും വന്നിരിക്കുന്ന 3 ഓഫ് വാൺസ് ആണ്. അവരൊരു ഹാർട്ട് ബ്രേക്കിംഗ് ഇപ്പോൾ അനുഭവിക്കുന്നു തന്നെയാണ്. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്ത് അവരത്രയും നിങ്ങളെ മിസ് ചെയ്തതിൽ ഒരുപാട് വേദനിക്കുന്നു എന്നാണ് കാണുന്നത്. അവരുടെ തന്നെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ചയോ സെപ്പറേഷനോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തന്നെ റീസൺ ആണെന്ന് പറഞ്ഞ് അവരൊരുപാട് മനം നൊന്ത് കരയുന്നു എന്നാണ് കാണുന്നത്. ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അവർ ഡിസ്റ്റർബ്ഡ് ആണിപ്പോൾ. പക്ഷേ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളൊരു ക്യൂൻ ഓഫ് സോട്ട്സ് എനർജിയിൽ എന്നാണ്. നിങ്ങൾ അത്രയും വളരെ ഒരു സ്ട്രോങ് എനർജിയിൽ നിൽക്കുന്നതായിട്ട് അവരിപ്പോൾ ഫീൽ ചെയ്യുന്നു. നേരത്തെ ഒരുപാട് നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരുന്നു, ബഗ് ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങളോടൊപ്പം അവരിയ്ക്കണമെന്നും നിങ്ങളെ അവർ സ്നേഹിക്കണമെന്നും കെയർ ചെയ്യണമെന്നും നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി യാചിച്ചു കൊണ്ടിരുന്നു എന്നാണ് കാണുന്നത്. ബട്ട് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജിയൊക്കെ മാറി നിങ്ങൾ വളരെ നിങ്ങൾക്ക് സ്ട്രെങ്ത് വന്നിരിക്കുന്നു. നിങ്ങൾ വളരെ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ അവരിപ്പോഴും അവരെക്കുറിച്ച് ഓർത്ത് നിങ്ങളൊരുപാട് ഫീൽ ചെയ്യുന്നുണ്ടോ, ബട്ട് അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. കുറച്ച് പേരൊക്കെ നിങ്ങളുടെ കരിയറിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പോൾ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. കാരണം കുറേ നിങ്ങൾ അവരെ ചേസ് ചെയ്ത് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവും. അതുമാത്രമല്ല ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തുറന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. നേരത്തെ പലപ്പോഴും തൊണ്ട വരെ വന്നാലും അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെ നഷ്ടപ്പെടുമോ എന്ന് നിങ്ങൾ ഭയന്ന് പല കാര്യങ്ങളും നിങ്ങൾ ഉള്ളിൽ ഒതുക്കി സഹിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടാവും. ബട്ട് ഇപ്പോൾ നിങ്ങൾ എല്ലാം തുറന്ന് പറയാൻ തുടങ്ങിയതും അവരെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളരെ ഒരു സ്ട്രോങ് എനർജിയാണ് എന്ന് അത് ചിന്തിക്കാൻ ഒരു കാരണമാണ്. ഇവിടെ ഡബിൾ എനർജി വന്നിട്ടുണ്ട്. അവർ നിങ്ങളെ വിട്ട് പിരിഞ്ഞ് പോയപ്പോഴാണ് അവർ നിങ്ങളുടെ മേൽ ഇത്രയും അഡിക്റ്റഡ് ആണോ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. നേരത്തെ അവർ നിങ്ങളില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല അങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് ഒരു എൻഡിങ് ചിലപ്പോൾ നടത്തി പോയിട്ടുണ്ടാകും. കുറച്ചേരൊക്കെ ബ്ലോക്കോ സെപ്പറേഷൻ അങ്ങനെയൊക്കെ ഒരു അകൽന്ന് പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അകൽച്ച വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ അവരെ എത്ര സ്വാധീനിച്ചിരുന്നു എന്ന്, അവരെ എത്ര സ്നേഹിച്ചിരുന്നു, അവർക്ക് വേണ്ടി എത്ര കെയറിങ് നിങ്ങൾ കൊടുത്തിരുന്നു. അതൊക്കെ അവരിപ്പോൾ മിസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ വിട്ടുപോയെങ്കിലും മറക്കാൻ ശ്രമിച്ചാലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് കാര്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ട് അവരെ വിളിച്ചെങ്കിൽ എന്നൊക്കെ അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ അവർ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാനും നിങ്ങളടുത്ത് വന്ന് സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടെന്നാണ് കാണുന്നത്. അത് മാത്രമല്ല ഇവിടെ കിങ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട്. ഈ വ്യക്തി വളരെ കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയാണ്. അതുമാത്രമല്ല നേരത്തെ നിങ്ങളോടൊപ്പം ഇരുന്നപ്പോൾ ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഒരു ഡോമിനേറ്റിംഗ് നേച്ചർ ഈ വ്യക്തിക്കുണ്ട് എന്നാണ് കാണുന്നത്. അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെയൊക്കെ നിന്നതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല, നിങ്ങളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ വന്ന് പറയാൻ അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല എന്നാണ് കാണുന്നത്. അതുമാത്രമല്ല എപ്പോഴും നേരത്തെയും നിങ്ങളോട് ഇരുന്നപ്പോൾ എപ്പോഴും നിങ്ങളായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാലും അത് തീർക്കാൻ വേണ്ടിയൊക്കെ നിങ്ങളായിരിക്കും മുൻകൈ എടുക്കുന്നതും അങ്ങോട്ട് നിങ്ങൾ ഈഗോ ഇല്ലാതെ പോകുന്നതൊക്കെ കൂടുതൽ നിങ്ങളായിരിക്കും. അതുപോലെ ഇപ്പോഴും ആ വ്യക്തി പ്രതീക്ഷിക്കുന്നു എന്നാണ് കാണുന്നത്. ബട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, എന്നാലും ഇപ്പോൾ നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അവരിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ഇനി ആ പഴയ രീതിയിൽ നിന്നാൽ ശരിയാവില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ വീണ്ടും അങ്ങനത്തെ രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് ഒരു പ്രയോജനം ഇല്ല എന്നാണ് നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നത്. മാത്രമല്ല ഇനി ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇട്ടാൽ അത് ശരിയാവുമോ എന്നും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. കാരണം അവരുടെ തന്നെ പ്രവൃത്തികൾ കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും, ഒരുപാട് മാറിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്കിപ്പോൾ ഡൗട്ടാണ് ഇനി നിങ്ങളുടെ അടുത്ത് വന്നാൽ ആ ഒരു പഴയ ബന്ധമോ സ്നേഹമോ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല,
പ്രയോജനമില്ല എന്നൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. ടെമ്പറൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലും നിങ്ങളോടൊപ്പം ഒരു ബാലൻസ് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസും ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോയെങ്കിൽ, നിങ്ങൾ അങ്ങോട്ട് വിളിച്ചെങ്കിൽ എന്നൊക്കെ ഒരു വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജി ഉണ്ട്. ബട്ട് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ആ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ കുറച്ച് ദിവസം സ്നേഹമായിട്ടിരിക്കുക, പിന്നെ വഴക്കടിക്കുക, വീണ്ടും പിണങ്ങുക, വീണ്ടും ഇങ്ങനത്തെ ഒരു പാറ്റേൺ നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനെല്ലാം ഒരു ബാലൻസ് വന്നെങ്കിലെന്നും അവർ ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഒരു മെസ്സേജ് വന്നെങ്കിലെന്ന് അവർ വെയിറ്റ് ചെയ്യുന്നു നിങ്ങളിൽ നിന്ന്. അത് മാത്രമല്ല, അല്ലെങ്കിൽ അവർ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു മെസ്സേജ്, ഒരു ഓഫറൊക്കെ തന്ന് നിങ്ങളെ തേടി വന്നാലോ എന്നും അവർ ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച്. നിങ്ങൾക്ക് ഒരു ഓഫറൊക്കെ തന്ന് നിങ്ങളെ കൂടെ കൂട്ടണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങളോടൊപ്പം യാത്രകൾ പോകണം, അതുപോലെ നിങ്ങൾ ആൾറെഡി യാത്രയൊക്കെ പോയതൊക്കെയും അവർ ചിന്തിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഏസ് ഓഫ് കപ്സും പേജ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. രണ്ടും പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ്സിൻ്റെ കാര്യമാണ്. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. ഈ കപ്സ് എന്ന് പറയുമ്പോഴേ സ്നേഹമാണ്. ഒരുപാട് സ്നേഹവും ഇഷ്ടമൊക്കെ നിങ്ങളോടുണ്ട്. ഇപ്പോഴും അവർക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പിരിഞ്ഞിരുന്നാലും അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും വേദനിക്കുന്നത്, ഹാർട്ട് ബ്രേക്കിംഗ് വന്നത്. അവരൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല നിങ്ങൾ കുറച്ച് ഇത്രയും സ്ട്രോങ് ആയിട്ട് മാറിപ്പോകും, ആ ഒരു പഴയ പാറ്റേണിൽ തന്നെ ഇരിക്കുമെന്ന് ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവും. ബട്ട് ഇത്രയും അവർ ഒരു അകൽച്ച, സെപ്പറേഷൻ വരുമെന്ന് കരുതിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം ഒരു ന്യൂ ബിഗിനിങ്സ് വേണം. ഇതുവരെ കഴിഞ്ഞതൊക്കെ വിട്ടിട്ട് ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ നിങ്ങളോട് സ്നേഹത്തോടെ ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. പേജ് ഓഫ് പെൻറ്റക്കിൾസും പറയുന്നത് അതാണ്. നിങ്ങളോടൊപ്പം വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന 2 കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, കുറച്ച് പേരൊക്കെ ഇതിൽ നിങ്ങളുടെ കരിയർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് നിങ്ങൾ മണി ഏൺ ചെയ്യുന്നു എന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിങ്ങൾ സക്സസ് ആയി എന്നും അതിനുള്ള എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ട്, നിങ്ങളൊരു കഴിവുള്ള വ്യക്തിയാണ്, നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിന്ന് ഏൺ ചെയ്യാനൊക്കെ കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് എന്നും നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. 10 ഓഫ് കപ്സും പറയുന്ന ഒരു ഹാപ്പി ഫാമിലി, നിങ്ങളോടൊപ്പം ഒരു ഹാപ്പി ഫാമിലി വേണം, ഒത്തൊരുമയായിട്ട് എല്ലാ കാര്യങ്ങളും ചേർന്ന് പഴയതുപോലെ സ്നേഹത്തോടെ ഒരു കമ്മിറ്റ്മെൻ്റൊക്കെ തന്ന് അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാർഡ് കൂടെയാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോർഡ്സും പറയുന്ന ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്ന് നിൽക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ അവരുടെ ഈഗോയും കൺട്രോളിങ് നേച്ചറും ഡോമിനേറ്റിംഗ് നേച്ചറും ഒക്കെയാണ് നിങ്ങൾക്കിടയിൽ ഇത്രയും ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് എന്നും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ബട്ട് ഇവിടെ ബോട്ടത്തിൽ 3 ഓഫ് വാൻഡ്സും 2 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. ഇവിടെ ദ ഡെവിളും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് പേർക്കൊക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നാണ് കാണുന്നത്. അവർ കുറേ കാര്യങ്ങളിൽ കൺഫ്യൂസ്ഡ് ആണ്. വെയിറ്റിംഗ് എനർജിയും ഉണ്ട്, കൺഫ്യൂഷനും ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്ന ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, അവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾക്കൊരു പ്രാധാന്യം തരാതെ മാറി നിന്നതായിരിക്കാം. അതല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനോ ഒരു വ്യക്തി തന്നെ ആവാം. എന്തായാലും നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് രണ്ട് കാര്യങ്ങൾ അവർ ഒരേ സമയം ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച കാർഡും വന്നിട്ടുണ്ട്. 3 ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. ദ ഡബിൾ എനർജിയും കൂടെ പറയുന്നത് കുറച്ച് പേർക്കൊക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഇടയിൽ ഒരു വില്ലനായിട്ട് മാറിയതും നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയും സെപ്പറേഷനും വരാനും കാരണമായത്. ബട്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് അവർ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി ആലോചിച്ച് നിൽക്കുന്ന കാർഡാണ്. ഈ കാര്യത്തിൽ എന്താണ്, ബട്ട് നിങ്ങളോട് ഉള്ള ലൈഫിൽ അവർക്ക് സ്നേഹവും ഇഷ്ടമുണ്ട്, ഒരു ബാലൻസും വരണം, കമ്മിറ്റ്മെൻറ്റ് തരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അവർ അതിനുവേണ്ടി ആലോചിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറാകുന്ന കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.